ഹായ് ഗേസ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നിപ്പോഴത്തെ രാവിലെ തന്നെ എങ്ങനെ പോകണമെന്ന് നോക്കുന്നുണ്ടാവും. അപ്പോൾ പോകുമല്ലോ കേട്ടോ. പോകുമ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു പോയിട്ട് വരികയാണ്. അപ്പോൾ അതാ ഹോസ്പിറ്റലിൽ പോയിട്ട് ഷുഗറും ഇതൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. അങ്ങനെ ഷുഗർ ഏതായാലും ഇക്കാക്ക് ഷുഗറും ഇതൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ ഞാനും പിന്നാലെ കൂടിയതാണ് കേട്ടോ. അങ്ങനെ രാവിലെ തന്നെ ഒരു സിറിഞ്ചിൻ്റെ വേദനയൊക്കെ കിട്ടി. അപ്പോൾ എന്തായാലും അൽഹംദുലില്ലാ നോർമലാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ അതാ വീട്ടിലോട്ട് വന്ന് എല്ലാം കഴിഞ്ഞ് വീട്ടിലോട്ട് വന്നപ്പോൾ സമയം 8 മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. മക്കൾക്ക് എന്തായാലും ഒന്നും മദ്രസ ഇല്ലാത്ത ദിവസമായിരുന്നു. പിന്നെ വെക്കേഷനാണല്ലോ, സ്കൂളിൽ ഇഷ്ടം പോലെ കിടന്നുറങ്ങാൻ പറ്റിയ ടൈമാണ് മക്കൾക്ക്. അപ്പോൾ ഞങ്ങൾ ചെന്നിട്ട് ഒരു നീറ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പൂരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് കേട്ടോ. പക്ഷേ ഞാൻ എപ്പോഴും ഉണ്ടാക്കി കൊടുക്കാറില്ല, എണ്ണയല്ലേ. അപ്പോൾ ചിലവരൊക്കെ പറയുന്നതൊക്കെ ഭൂരി വല്ലാണ്ട് പൊന്തിച്ച് വരാറില്ല എന്നുള്ളത്. അതിന് റീസൺ എന്ന് പറയുന്നത് ലേശങ്ങൾ റവ ഇട്ട് കൊടുത്താൽ മതി. വെറും മൈദ അല്ലെങ്കിൽ ഗോതമ്പ് പൊടി കൊണ്ട് മാത്രമായിട്ട് കുഴച്ച് വെക്കല്ലേ. അതിൽ ലേശം മൈദ റവ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ടൊന്ന് മിക്സാക്കി വെച്ചാൽ മതി. നന്നായിട്ട് തന്നെ പൊന്തിക്കിട്ടു കേട്ടോ. നല്ല ക്രിസ്പി ആവും. അപ്പോൾ ഇതാ ഉച്ചക്കത്തേക്കുള്ള ലഞ്ച് ഇന്നിപ്പോൾ ഉണ്ടാക്കുന്നത് ചോറും അതുപോലെ കൊത്തമരയാണ് കേട്ടോ. ഇത് എന്നിട്ട് ചെമ്മീൻ കറിയാണ് ഉണ്ടാക്കുന്നത്. മാങ്ങ ചെമ്മീൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ മാങ്ങ ചെമ്മീൻ കറി അധികം എല്ലാവർക്കും അറിയുന്നുണ്ടാവും, എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന റെസിപ്പി നിങ്ങൾക്ക് കൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി മാങ്ങ നന്നായിട്ട് തന്നെ കഴുകി കൊടുത്തേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനോട്ടുള്ള അരപ്പൊന്ന് തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതിലോട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഒരു 1/4 സ്പൂണാണ് ഇട്ടിട്ട് ഇതിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഇഞ്ചി ഉണ്ട്, 2 അല്ലി വെളുത്തുള്ളി ഉണ്ട്, പിന്നെ ചെറിയ ഉള്ളി ഉണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നമുക്ക് നമ്മൾ അരപ്പൊന്നാണ് തയ്യാറാക്കി എടുക്കുക. ഇതെൻ്റെ ഉമ്മാൻ്റെ കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഞങ്ങൾ കുറേ എൻ്റെ ഉമ്മ ഉണ്ടാക്കിയാലും അതുപോലെ വേറെ ആരുണ്ടാക്കിയാലും ആ ഒരു രുചി കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്യാറുണ്ട്. പക്ഷെ ഇവിടെ മക്കൾക്ക് ഇഷ്ടമല്ലേ കറി, അത് കാരണം വല്ലാണ്ട് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. പക്ഷേ എനിക്ക് ഉപ്പാക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിൽക്കാണ്ട് തീരുമാനമാണ് നീ കറി ഉണ്ടാക്കാമെന്ന് കേട്ടോ. എന്തായാലും ഉച്ചയ്ക്ക് ശേഷം ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോവുകയും ചെയ്യും. അപ്പോൾ കുറച്ച് കറിയാണ് ഉണ്ടാക്കുന്നുള്ളൂ. അങ്ങനെ ഇപ്പോൾ ഇതാ നമ്മളെ ചെമ്മീനൊന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. ചെമ്മീൻ വറുക്കുന്നതിൻ്റെ മുന്നേ ഞാൻ നന്നായിട്ട് കഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴുകിയ ശേഷം നമുക്കൊന്ന് ചൂടാക്കി നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അതിനുശേഷം ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമ്മളൊന്ന് അരിപ്പയിലോട്ടിട്ടൊന്ന് അരിക്കുക. അതിൻ്റെ ആ പൊടി മണലും ഒക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടും കേട്ടോ. എന്നിട്ട് കൈ വെച്ചിട്ടൊന്നാണ് തിരുമ്മി കൊടുത്താൽ മതി. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് അരിക്കുക. അപ്പോൾ നന്നായിട്ട് വൃത്തിയായി കിട്ടും. എന്നിട്ട് നമുക്കത് നമ്മൾ കറിയിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമ്മൾ അരപ്പ് എന്തായി നോക്കാം. അപ്പോൾ ഇതാ മാങ്ങയിലോട്ട് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അരച്ചെടുത്തുള്ള അരപ്പുണ്ടല്ലോ, അത് നമുക്ക് ഇതിലോട്ടാണ്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് നിങ്ങൾ കൂട്ടാത്തൊരു ഒരു വട്ടം ഒന്ന് കൂട്ടി നോക്കുക കേട്ടോ. ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായും ഇഷ്ടമാവും. അപ്പോൾ ഇതാ ഉപ്പൊക്കെ ഇട്ട് ഞാൻ തേങ്ങയും ഇതൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് തിള വരട്ടെ. അതിലോട്ട് ചെമ്മീൻ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചെമ്മീൻ്റെ ആ ഒരു ഫ്ലേവർ കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതാ അത് ഇങ്ങനെ തിളച്ച് വരുമ്പോൾ അതിലോട്ട് മുരിങ്ങക്കായ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള ഇൻഗ്രീഡിയൻസ് ഇതിലോട്ട് വേണ്ടത് കേട്ടോ. വളരെ സിമ്പിളാണ്. ഇനിയിപ്പോൾ ഇത് താളിക്കുക ഒന്നും ചെയ്യില്ല. ഇനി താളിപ്പ് വേണമെന്നുള്ളൊരു താളിക്കാട്ടോ. ഞങ്ങളിത് താളിക്കുന്നൊന്നുമില്ല. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ലാസ്റ്റ് ഒരു ബാറ്റർ വരുന്നത് കേട്ടോ. അത് വളരെ കുറച്ച് കറിനെ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റായിട്ട് തന്നെ നല്ല അടിപൊളി കറിയാണ്. ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കുക. അങ്ങനെ ഇതാ വീട്ടിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ ഇതാ വീട്ടിൽ ഇതാ ഒരു കുറുമ്പി പൂച്ച കേട്ടോ. അവിടുത്തെ വീട്ടിലത്തെ ആൾ തന്നെയാണ് അവന്. അപ്പോൾ അവൻ ഞങ്ങളൊക്കെ വന്നപ്പോൾ അവന് എന്താണ് ഇപ്പോൾ ഇത് ഇത്രയും ദിവസം ഇവിടെ ഇല്ലാത്തവരാരാണത് കുറച്ച് നേരം ആലോചിച്ച് നോക്കുകയാണ്. അതിനുശേഷം അവൻ ആ കൂടിൻ്റെ അടുത്ത് നിന്നിട്ട് അവനിങ്ങനെ എങ്ങനെയാണ് ഇപ്പോൾ ഇവരൊക്കെ എനിക്ക് കിട്ടുക എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കയറാനും പാകില്ല, എന്നാൽ അവരിട്ട് പുറത്ത് വരുന്നില്ല എന്നുള്ളതിൽ കുറേ നേരമായി കൂടി ചുറ്റും അവനിരിക്കുന്നു. അതിനിടയിൽ ഞങ്ങളെ ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് തുറന്ന് തരുമോ എന്നുള്ളൊരു ഭാവത്തിൽ ഞങ്ങളെ ഒന്ന് നോക്കുന്നുണ്ട്. അങ്ങനെ ഇതാത് പിറ്റേന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത് ദോശയാണ് കേട്ടോ. നല്ല അടിപൊളി ക്രിസ്പി ദോശയാണ്. ഞങ്ങൾ ദോശ അങ്ങനെ ചുട്ട് വെക്കൂല കേട്ടോ. ഞങ്ങൾ ആ കഴിക്കുന്ന നേരത്താണ്ട് ചൂടുകയാണ് കേട്ടോ ചെയ്യുക. ചൂട് കൊടുക്കണേ ദോശ വേഗം ഉണങ്ങി ഇതാവുമല്ലോ. അപ്പോൾ ഞങ്ങൾ കഴിക്കുമ്പോൾ ചൂട് കൊടുക്കുന്നത് ചുട്ട് കഴിക്കാറ്. ദോശ മാവ് നമുക്ക് അങ്ങനെ ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് ഒരു ലക്ഷം നെയ്യൊക്കെ ഒഴിച്ചൊന്ന് ചൂടാക്കി എടുക്കും. അതിലോട്ട് നല്ല ചൂടുള്ള ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഉച്ചക്കത്തേക്ക് ഇന്ന് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണേ. താങ്ക് യു.